ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് വീട്ടുവിശേഷം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, വീടിൻ്റെ കോലം കണ്ടിട്ട് ആരും പൊങ്കാലി ഇടാൻ വരണ്ട കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പോകും, എൻ്റെ വീട്ടിലേക്ക് അമ്മേനെയും കൊണ്ട് പോകും. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കാണ് ഇങ്ങോട്ട് വരുള്ളൂ. കാരണം വീട് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ വീടൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് കാരണം വരില്ല. അപ്പം വരില്ല എന്നല്ല, അപ്പം ഞങ്ങൾ ഞായറാഴ്ച പോകും. അപ്പം അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് അമ്മ എനിക്ക് കുറച്ച് പണി തന്നിട്ട് പോണേക്കാൾ മുമ്പ് ചെയ്യാം, കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ എന്നോട് കുറച്ച് തേങ്ങയുണ്ട്, അപ്പോൾ പോണേക്കാൾ മുമ്പ് പൊതിച്ച് വെക്കാൻ പൊതിച്ച് വെയിലത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഒടിഞ്ഞു പോയി. കണ്ടില്ലേ, സാധനം ഒടിഞ്ഞു പോയി. അപ്പോൾ ഇനി അമ്മ വരുമ്പോൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് പൊതിച്ചായിരുന്നു, അപ്പോഴത്തേനും അത് ഒടിഞ്ഞു പോയി. ഇനി അമ്മ വരുമ്പോൾ കേൾക്കാം, വീട് കാണിച്ചു തരാൻ അല്ലേ. അപ്പോൾ അതേ ഞാനിത്തിരി 2 കോവയ്ക്കുണ്ട്. എന്നും കോവയ്ക്ക് പറിക്കലാട്ടെ എനിക്ക് പണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക് പറിക്കൽ. അപ്പോൾ കോവയ്ക്ക് പറിക്കലുണ്ട്. അതേമാതിരി ഉള്ള പരിപാടികളാണ് ഇന്ന് വലിയൊരു വലിയ പരിപാടിയൊന്നുമല്ല, വീഡിയോസൊന്നുമില്ല. അപ്പോൾ ഇതേ കോവയ്ക്ക് പറിക്കാം. അയ്യോ കോവയ്ക്ക് പറിക്കാം. അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഇന്ന് വലിയ വീഡിയോസോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ചെറിയത് 2 3 കോവയ്ക്ക് കിട്ടുള്ളൂ. ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. മുളകില്ല ഗൈസ്. അപ്പം അതേ കോവയ്ക്ക് മെഴുക്കുവരട്ടിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ദേ പതുക്കെ പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ അതേ പിള്ളേർ ഇവിടെ ഇരുന്നിട്ട് ചൂണ്ടയിടുക കേട്ടോ. ചൂണ്ടയിടുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. കാരണം മീൻ പിടിക്കുന്നിടത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പിടിക്കുന്നിടത്ത് നീ എന്തിനു നിൽക്കണേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് രണ്ടാളും തമ്മിൽ വഴക്കാട്ടോ. അവൻ്റെ മീനെ ഞണ്ടിനെ മുഴുവനും ചേട്ടൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വഴക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞണ്ടിനെ കിട്ടണുണ്ട്. ഞണ്ടിനെ കിട്ട് വലിയതാണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവരിയ്ക്കണേ. പക്ഷെ അത്ര വലുതൊന്നുമല്ല, തീരെ ചെറുതുമല്ല, അന്നത്ര വലുതുമല്ല. കറി വെക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ എന്നും അങ്ങനെ പിടിക്കും, എന്നിട്ട് ബക്കറ്റിലിട്ട് വയ്ക്കും, ബക്കറ്റിൽ നിന്ന് ഒഴുകി പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലത് ഞണ്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞണ്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആ കല്ലൊക്കെ ഇളക്കി വരുമ്പോഴത്തേനും ഒരു ഞണ്ടിനെ കണ്ടെങ്കിലും അതിനെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിനെ കിട്ടിയപ്പോൾ എന്താ ഉണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാടിപ്പോണേ, അത് ചാടിപ്പോയി. പിന്നെ അതിനെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ കിട്ടാണ്ടിരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്തിരുന്നിട്ട് ഞാനും ചൂണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞണ്ടിനെ എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഞണ്ടിൻ്റെ പുറത്ത് കുറേ നൂല് ചുറ്റിയിരുന്നു. അപ്പം അത് പിന്നെ പുറത്തേക്ക് പോയില്ല. അപ്പം അങ്ങനെ കിട്ടി. ഇവർക്ക് കിട്ടിയിട്ടില്ല. അവന് കുറേ നേരം അതിൻ്റെ ചോട്ടിലിരുന്നിട്ട് നോക്കുന്നുണ്ട് ഞണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മരുതിയല്ല, ചെറിയ കുളത്താണ്. അപ്പോൾ ഞണ്ട് തന്നെ അതിനകത്ത് കയറുള്ളൂ, അല്ലെങ്കിൽ ചെറിയ പൊടിമീൻ ആണ് കയറുക. അപ്പം ചെറിയ പൊടിമീൻ കയറാനായിട്ട് പൊടിമീൻ അവർ നോക്കണില്ല കേട്ടോ. പൊടിമീൻ എല്ലാവരും നോക്കണം, അവർക്ക് ഞണ്ട് കിട്ടാനാണ് അവർ നോക്കണം. എന്ന് വെച്ച് തിന്നാനൊന്നുമല്ല കേട്ടോ, ഒരു രസം. അപ്പം വീട്ടിൽ ഇരിക്കുമ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച വരെയല്ലേ പുഴയിലിരുന്നിട്ട് കളിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനും വിചാരിച്ചെന്നാൽ പുഴയിൽ അവരുടെ കൂടെ ഞാനും ഇറങ്ങി വരും. അപ്പോൾ ഒത്തിരി നേരം വെള്ളത്തിലൊക്കെ വെള്ളമില്ല, അത്ര പേടിക്കാനുള്ള വെള്ളമൊന്നുമില്ല. അപ്പോൾ അവരുടെ കൂടെ ഞാനും ഇറങ്ങി വന്ന് അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും. ഇരുട്ടല്ല കേട്ടോ, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാനും ഇറങ്ങി വന്ന് അവരുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിട്ട് പോകുള്ളൂ. അങ്ങനെ അതേ അവൻ അപ്പുറത്ത് പോയപ്പോഴത്തേനും അടുത്ത ഞണ്ടിനെ കിട്ടിയെങ്കിലും അതിൻ്റെ പുറത്ത് മുഴുവൻ നൂല് ചുറ്റിയിട്ടുണ്ട്. ഞാൻ നൂല് ചുറ്റിയാൽ എനിക്ക് പിടിക്കാൻ പേടി കേട്ടോ. അപ്പോൾ അക്കുവാണ് അതിനെ പിടിക്കണേ, ഇങ്ങനെ പിടിക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് പുറത്തേക്ക് പിന്നെ കൈ ചാടിപ്പോയിട്ട് അതിനെ നീങ്ങിപ്പോണ്ട്. അപ്പം ഞാൻ അതിനെ പിടിക്കാൻ ചെന്നപ്പോഴത്തേനും എന്നെ അത് ഇറുക്കാൽ വെച്ചിട്ട് ഇറുക്കാൻ വന്നു. അപ്പം എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിക്കണ്ട, അത് കൈയും കൊണ്ട് വരണം കാണുമ്പോൾ തന്നെ പേടിയും. അപ്പം ഞാൻ അവിടെ നിന്ന് മാറിയിട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു പിന്നെയും അക്കു അതിനെ പിടിക്കാൻ നോക്കിയപ്പോഴും അത് ടാസ്ക് തന്നെയായിരുന്നു. കാരണം അവൻ പിടിക്കാൻ നോക്കിയപ്പോഴും അവൻ്റെ കയ്യിലത് കടിക്കുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. ചോറിനാണ് കേട്ടോ ആരും എനിക്ക് ആക്രാന്തം തോന്നരുത് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെയാണ് ചോറിനാൻ അറിയുള്ളൂ. വിഴുങ്ങിയിട്ട് ചോറിനാൻ അറിയുള്ളൂ, ചവച്ചരച്ച് കഴിക്കാൻ അറിയില്ല. എൻ്റെ ഞാനൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മുളക് ചമ്മന്തി മെഴുക്ക് വരട്ടി കൂട്ടിയിട്ടാണ് ചോറിന്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചോറിന്. അപ്പം ഞാൻ ചോറിനിട്ട് വരട്ടെ. അപ്പോൾ ബൈ. അപ്പം അതേ ചോറൂണ് കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കട്ടെ. ചൂടാറിയ ചായ, അത് കാരണം ഒറ്റ വലിക്ക് ഞാൻ കുടിച്ച് തീർത്തു കേട്ടോ. എനിക്ക് ചായ, കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒറ്റ വലിക്ക് അത് കുടിച്ച് തീർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറച്ച് വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ സാങ്കേതിക കാരണങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് നാളെ പറയാം. ബായ്.